ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള താജ്മഹൽ അല്ലെ എന്ന് പറയുന്ന ഒരു പോയമാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ രണ്ട് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ദ മിസ്റ്റീരിയസ് പിക്ചർ. രണ്ടാമത്തത് ദ ബോയ്ഹുഡ് ടു കാറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തത് താജ്മഹൽ എന്ന് പറയുന്ന ഒരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ താജ്മഹൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ബംഗാളി പോയറ്റ്. ഓക്കെ, ഇപ്പൊ രവീന്ദ്രനാഥ ടാഗോർ ആരാണെന്നൊക്കെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട അതാണ് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ടെക്സ്റ്റിലുണ്ട്. അതാദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1861 മുതൽ 1941 വരെ, 1861 to 1941 അല്ലെ. അപ്പൊ അതായത് അദ്ദേഹം എന്നാണ് 1861 ജനിച്ചു, 1941 മരിച്ചു. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് എ ബംഗാളി റൈറ്റർ അല്ലെ. ആരായിരുന്നു? ഒരു ബംഗാളി എഴുത്തുകാരനായിരുന്നു. ഹു റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക് as well as Indian art in the late 19th and early 20th centuries. എന്താ പറയുന്നത്? He was a Bengali writer who reshaped. The reshape ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് മാറ്റം വരുത്തുക അല്ലെ. Reshaped ബംഗാളി ലിറ്ററേച്ചർ, ബംഗാളി ലിറ്ററേച്ചറിനെ, ബംഗാളി സാഹിത്യത്തെ, അതുപോലെ തന്നെ എന്താണ് ആൻഡ് മ്യൂസിക് അല്ലെ, സംഗീതത്തെ, as well as ഇന്ത്യൻ ആർട്ട്, ഇന്ത്യൻ ആർട്ടിനെ. അപ്പോ ഇന്ത്യൻ ആർട്ടിനെയും ബംഗാളി സാഹിത്യത്തെയും ബംഗാളി സംഗീതത്തെയും എല്ലാം റീഷേപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ആരെന്ന് വെച്ചാല് രവീന്ദ്രനാഥ ടാഗോർ. അതായത് എന്താണ് പുതിയൊരു രൂപം കൊടുത്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അപ്പൊ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം? ലേറ്റ് 19th സെഞ്ചുറി ടു ഏർലി 20th സെഞ്ചുറി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുമായാണ് അദ്ദേഹം ഇത് ചെയ്തത്. അപ്പൊ 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 1800 മുതൽ 1899 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ട് എന്ന് പറയും. അപ്പൊ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും അല്ലെ, അതുപോലെ തന്നെ എന്താണ് 20ാം നൂറ്റാണ്ടിന്റെ 1900 മുതൽ 1999 വരെയുള്ള കാലഘട്ടം അല്ലെ, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായാണ് ഇദ്ദേഹം ഈ ബംഗാളി സംഗീതത്തെയും സാഹിത്യത്തെയും ഒക്കെ റീഷേപ്പ് ചെയ്തത്. അതാണ് ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞത്. എന്നിട്ടോ ഓതർ ഓഫ് ഗീതാഞ്ജലി അല്ലെ. അപ്പൊ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഏത് വാക്കിന്റെ പേരിലാണ്? ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ആർട്ടിന്റെ പേരാണ് അല്ലെ. And its profoundly sensitive, fresh and beautiful verse, he became the first non-European to win the Nobel Prize in Literature in 1913. അപ്പൊ എന്തുകൊണ്ടാണ് ഗീതാഞ്ജലി ഇത്രയും അറിയപ്പെടാൻ കാരണം എന്ന് വെച്ചാല് 1913 ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. നൊബേൽ പ്രൈസ് എന്നാണ് കിട്ടുന്നത്? 1913 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അല്ലെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതിനാണ്? അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ വാക്യനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? സാഹിത്യത്തിന്, അതായത് ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടുന്ന യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ മനുഷ്യനാണ് ടാഗോർ. ഓക്കെ, അതാണ് അദ്ദേഹത്തെ ഏറ്റവും എന്താക്കുന്നത് സ്പെഷ്യൽ ആക്കുന്നത്. ഓക്കെ, അപ്പോ സാഹിത്യത്തിന്, ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടുന്ന നോൺ യൂറോപ്യൻ ആയിട്ടുള്ള, യൂറോപ്യൻകാരനല്ലാത്ത ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേ കിട്ടിയ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എല്ലാം യൂറോപ്യൻസ് കൊണ്ടുപോയപ്പോ ആദ്യമായിട്ട് അതിനെ ബ്രേക്ക് ചെയ്തു. 1913 അതിനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു? ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിന് നൊബേൽ പ്രൈസ് നേടിയെടുക്കുകയാണ് ടാഗോർ ചെയ്തത്. പിന്നെയോ in translation his poetry was viewed as spiritual and influential അല്ലെ. അദ്ദേഹത്തിന്റെ പോയട്രി എല്ലാം തന്നെ, അദ്ദേഹത്തിന്റെ
കവിതകളെല്ലാം തന്നെ സ്പിരിച്വൽ ആണ്. എന്താ സ്പിരിച്വൽ എന്ന് വെച്ചാൽ ആത്മീയം. അതുപോലെ തന്നെ എന്താണ് ഇൻഫ്ലുവൻഷ്യൽ. ഇൻഫ്ലുവൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ സ്വാധീനം ചെലുത്തുന്നത് അല്ലെ. അപ്പൊ ഒരു വ്യക്തിയുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നതും അവരെ ആത്മീയമാക്കി മാറ്റുകയും ചെയ്യുന്ന സാഹിത്യ സൃഷ്ടികളാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 1861 മുതൽ 1941 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം അല്ലെ. അതുപോലെ തന്നെ എന്താണ് 19th സെഞ്ചുറിയുടെ അവസാനത്തിലും 20th സെഞ്ചുറിയുടെ തുടക്കത്തിലുമായിട്ട് ബംഗാളി ലിറ്ററേച്ചറിനെയും ബംഗാളി മ്യൂസിക്കിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർട്ടിനെയും ഇന്ത്യൻ കലകളെയും എല്ലാം റീഷേപ്പ് ചെയ്യാൻ അല്ലെ, അതിന്റെ എന്താണ് ഒരു പുതിയ രൂപം നൽകാൻ ആർക്ക് സാധിച്ചു? ടാഗോറിന് സാധിച്ചു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? 1913 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നുണ്ട്. ഏത് വർക്കിനാണ് കിട്ടുന്നത്? അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിനാണ് കിട്ടുന്നത്. ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിനാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഇങ്ങനെ 1913 എന്താണ് നൊബേൽ പ്രൈസ് കിട്ടുന്ന, സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ നോൺ യൂറോപ്യൻകാരനല്ലാത്ത വ്യക്തിയായി ആര് മാറി? രവീന്ദ്രനാഥ ടാഗോർ മാറി. അപ്പൊ അദ്ദേഹം താജ്മഹലിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ 7 വണ്ടേഴ്സ് ആണല്ലേ, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള താജ്മഹൽ. ഈ താജ്മഹലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാറുള്ളത്. വളരെ ചെറിയൊരു കവിതയാണ്, പക്ഷേ അതിന്റെ ഡെപ്ത് വളരെ വലുതാണ്. അതായത് അതിന്റെ ആശയങ്ങളുടെ ഡെപ്ത് വളരെ വലുതാണ്. അപ്പൊ നമുക്ക് ആ കവിത നോക്കാം. ആ കവിതയിൽ പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം ഷാജഹാനോട് സംസാരിക്കും പോലെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്താ പറയുന്നത്? യു ന്യൂ അല്ലെ, എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ, that life, youth, wealth, renown all float away down the stream of time. അദ്ദേഹം ഷാജഹാനോട് പറയാണ് യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ അല്ലെ. അദ്ദേഹം ആരായിരുന്നു? ഷാജഹാൻ ആരായിരുന്നു നമുക്കറിയാം അല്ലെ, മുഗൾ എംപറർ ആണ്. മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായിട്ടുള്ള മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് അവർ മരിച്ചപ്പോൾ എന്ത് ചെയ്ത നിർമ്മിച്ച സ്മാരകമാണ് എന്ന് വെച്ചാൽ താജ്മഹൽ എന്ന് പറയുന്ന ഈ സ്മാരകം. അപ്പൊ അദ്ദേഹം പറയാണ് അല്ലെ, ടാഗോർ ആരോട് സംസാരിക്കുന്ന പോലെയാണ്? ഷാജഹാനോട് സംസാരിക്കുന്ന പോലെ പറയുന്നത്. യു ന്യൂ, നിങ്ങൾക്ക് അറിയാമായിരുന്നു. എന്താ? എംപറർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചക്രവർത്തി ആയിരുന്ന ഷാജഹാൻ അല്ലെ. ഷാജഹാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു. എന്താ അറിയാമായിരുന്നത്? ദാറ്റ് ലൈഫ്, ജീവിതം, യൂത്ത്, യൗവനം അല്ലെങ്കിൽ യുവത്വം, വെൽത്ത് അതുപോലെ തന്നെ സമ്പത്ത്, ആൻഡ് റിനൗൺ, റിനൗൺ എന്ന് വെച്ചാൽ പദവികൾ അല്ലെ, all float away down the stream of time. ഇവയെല്ലാം തന്നെ എന്ത് ചെയ്യും? all float away, എല്ലാം ഒഴുകി പോകും down the stream of time. എന്തിലൂടെ? കാലമാകുന്ന അരുവിയിൽ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നമ്മുടെ യൗവനം, നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പദവികൾ എല്ലാം തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഓരോ കാലങ്ങൾ കഴിയും തോറും ഇതൊന്നും ഒന്നുമല്ലാതെയായി മാറും. അപ്പൊ ഒരു കാലത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ, ഷാജഹാൻ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. ഇന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ലോകത്ത് നിന്നേ മാറ്റിപ്പോയി. അപ്പൊ അതാണ് ടൈമിന്റെ പ്രസക്തി അല്ലെ. ഏതൊരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എത്ര ശക്തരാണെങ്കിലും, നമ്മുടെ സ്വത്ത് എത്രയ്ക്കുണ്ടെങ്കിലും, നമ്മൾ എത്ര എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്താലും ഇതെല്ലാം എന്തിൽ ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും? സമയം അല്ലെ. സമയം കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് പറയുന്നത് യു ന്യൂ, നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലെ. ആ കാര്യം നിങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നു അല്ലെ. എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ എന്താ പറയുന്നത്? ദാറ്റ് ലൈഫ്, ജീവിതവും യൗവനവും സമ്പത്തും പദവിയുമെല്ലാം കാലമാകുന്ന സ്ട്രീം, അരുവിയിൽ ഒഴുകിപ്പോകുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. യുവർ ഓൺലി ഡ്രീം, നിങ്ങളുടെ ഒരേ ഒരു ഡ്രീം, നിങ്ങളുടെ ഒരേ ഒരു സ്വപ്നം എന്ന് പറയുന്നത് യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് അല്ലെ. എന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്യുക. പ്രിസർവ് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ. യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ്, നിങ്ങളുടെ ഒരേ ഒരു ഡ്രീം എന്ന് വെച്ചാൽ, ഒരേ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുകയായിരുന്നു?
ടു പ്രിസർവ് യുവർ ഹാർട്ട്സ് പെയിൻ, നിങ്ങളുടെ ഹാർട്ടിന്റെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടായിരുന്നു, ആ വേദന എന്നും നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അല്ലെ, അതാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ആ വേദന മാറിപ്പോകാനാണ് ശ്രമിക്കുക അല്ലെ, മാറ്റാനാണ് ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ അതല്ല ആഗ്രഹിച്ചത്. നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? നിങ്ങളുടെ ഒരേ ഒരു സ്വപ്നം തന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന എന്നേക്കുമായി നിലനിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അപ്പൊ ഒരു കാര്യം പോലും എന്നേക്കുമായി നിലനിൽക്കില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ വരിയിൽ പഠിച്ചത് അല്ലെ. എല്ലാം കാലത്തിന്റെ അരുവിയിൽ ഒലിച്ചു പോകും അല്ലെ, കാലമാകുന്ന അരുവിയിൽ എല്ലാം ഒലിച്ചു പോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും നശിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന സംരക്ഷിച്ചു നിർത്തണമെന്ന് നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരിക്കാം ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദന? ടെക്സ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്തായിരിക്കാം ഷാജഹാന്റെ ഹൃദയത്തിന്റെ വേദന എന്ന് പറയുന്നത്? അത്രയേ ഉള്ളൂ. എന്താണ്? മുംതാസ് മഹലിന്റെ മരണം തന്നെയാണ് അല്ലെ. അപ്പൊ മുംതാസ് മഹൽ, അദ്ദേഹത്തിന്റെ പ്രിയ ഭക്തിയുടെ മരണമാണ് ഒരു തീരാവേദനയായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് അല്ലെ. അതെന്നും സംരക്ഷിച്ചു നിർത്തണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. പറയാം, the harsh thunder of imperial power would fade into sleep like a sunset's crimson splendor. The harsh thunder അല്ലെ, ശക്തമായ ഇടിനാദം എന്തിന്റെയാണ്? ഓഫ് ഇമ്പീരിയൽ പവർ. ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം, പവർ എന്ന് വെച്ചാൽ അധികാരം അല്ലെ. അപ്പൊ ഈ സാമ്രാജ്യത്വ അധികാരത്തെ ഇദ്ദേഹം എന്തായിട്ടാണ് കാണുന്നത്? ഒരു ഹാർഷ് തണ്ടർ, ശക്തമായ ഇടിമുഴക്കം എന്ന് വെച്ചാൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് സാമ്രാജ്യത്വം, അധികാരം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ അല്ലെ, എന്താണ്? ഈ സാമ്രാജ്യത്വ അധികാരത്തിന്റെ എന്താണ് സാമ്രാജ്യത്വ അധികാരം എന്ന് പറയുന്നത്? എന്തുപോലെയാണ്? ഒരു ഹാർഷ് തണ്ടറാണ് അല്ലെ, ഒരു ഇടിമുഴക്കം പോലെയാണ്. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യും? would fade into sleep, അത് നശിച്ചു പോകും അല്ലെ. like a sunset's crimson splendor, എന്തുപോലെ? ഒരു സൺസെറ്റിന്റെ, സൺസെറ്റ് എന്താ? സൂര്യാസ്തമയം. ഒരു സൺസെറ്റിന്റെ ക്രിംസൺ സ്പ്ലെൻഡർ പോലെ. ക്രിംസൺ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ അസ്തമയ സമയത്ത് സൂര്യൻ ശ്രദ്ധിക്കൂ, നല്ല ക്രിംസൺ കളറായിരിക്കും, എന്ന് വെച്ചാൽ നല്ല ചുവന്ന് തുടുത്ത നിറമായിരിക്കും സൂര്യൻ അല്ലെ. പക്ഷെ അത് ഒരുപാട് കാലം നിലനിൽക്കുമോ? ഒരുപാട് നേരം നിൽക്കുമോ? ഇല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ അത് പോകും. ആ സൂര്യൻ തന്നെ അവിടെ അപ്രത്യക്ഷമായി പോകും അല്ലെ. അപ്പൊ ഈ ഇമ്പീരിയൽ പവർ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് അല്ലെ. നമ്മുടെ അധികാരങ്ങളും ശക്തിയും എല്ലാം അതുപോലെ തന്നെയാണ്. ഉള്ള സമയത്ത് അത് വളരെ മനോഹരമായിരിക്കും, പക്ഷെ കുറച്ചു നേരമേ ഇത് നിൽക്കൂ. എല്ലാം എന്താണ്? എഫീമറൽ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ് എഫീമറൽ? എഫീമറൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? നാശം സംഭവിക്കുന്നത്, പെട്ടെന്ന് നാശം സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ മനുഷ്യ ജീവിതം പോലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇതൊരിക്കലും എന്താണ്? നശിക്കാത്ത ഒന്നല്ല, ഇതൊരിക്കലും അനശ്വരമല്ല. ഇതെല്ലാം എന്ത് ചെയ്യും? ഒരിക്കൽ നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് സാമ്രാജ്യത്വ അധികാരങ്ങൾ. ഭൂമിയിലെ എല്ലാം പോലെ അതും എന്ത് ചെയ്യും? ഒരു സൺസെറ്റിന്റെ ക്രിംസൺ സ്പ്ലെൻഡർ പോലെ. അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ വളരെ ഭംഗിയുള്ളതായിരിക്കും, പക്ഷെ അത് ഒരുപാട് കാലം എന്ത് ചെയ്യില്ല, ഒരുപാട് നേരം എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല, അത് നശിച്ചു പോകും. അപ്പൊ ഈ ഇമ്പീരിയൽ പവർ എല്ലാം, അധികാരമെല്ലാം എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് നശിച്ചു പോകും. ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ്, പക്ഷെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദാറ്റ് അറ്റ്ലീസ്റ്റ് കേവലം എ സിംഗിൾ അല്ലെ, ഒരു എറ്റേണലി ഹീവ്ഡ് സൈൻ അല്ലെ, എറ്റേണലി അനശ്വരമായ, ഒരിക്കലും നശിക്കാത്തതെന്നാണ് അർത്ഥം. ഒരു സൈൻ, ഒരു ദീർഘനിശ്വാസം would stay to greet the sky അല്ലെ, would stay, നിൽക്കണം അല്ലെ. അപ്പൊ ഒരു അനശ്വരമായ ഒരു വിശ്വാസം, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു നെടുവീർപ്പ്, അതെങ്കിലും ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം? അവശേഷിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് പറയാണ്, ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് അല്ലെ, but as the എന്താണ്? all but as the glitter of a rainbow tricking out empty air was passing. Though emeralds ആയിരുന്നാൽ എന്താ? emeralds എന്ന് വെച്ചാൽ മരതക കല്ല്, റൂബീസ് അല്ലെ പവിഴം, പേൾ മുത്തുകൾ, ഇവരെല്ലാം തന്നെ എന്താണ്? as the glitter of a rainbow, ഒരു റെയിൻബോയുടെ, ഒരു മഴവില്ലിന്റെ ഗ്ലിറ്റർ പോലെ, തിളക്കം പോലെ എന്താണ് അല്ലെ. അപ്പോ
എമറാൾഡും മരതകവും പവിഴവും ഇതെല്ലാം തന്നെ റൂബീസും പേൾസും എമറാൾഡ്സും എല്ലാം തന്നെ എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ. എന്തുപോലെയാണ് ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ? ഒരു റെയിൻബോയുടെ, ഒരു മഴവില്ലിന്റെ തിളക്കം പോലെയാണ്. മഴവിൽ ഒരുപാട് നേരം നിൽക്കുമോ? ഇല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ മഴവില്ല് പോകും. ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ ആൻഡ് മസ്റ്റ് പാസ് അവേ. അല്ലെ, എംപ്റ്റി എയറിലേക്ക്, ശൂന്യമായ ആകാശത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അല്ലെ, ആൻഡ് മസ്റ്റ് പാസ് അവേ, എന്നിട്ട് നശിച്ചു പോകും. അല്ലെ, അപ്പൊ മഴവിൽ എങ്ങനെയാണ് ശൂന്യമായ ആകാശത്തിലേക്ക് വന്ന് നമ്മളെയൊക്കെ എന്ത് ചെയ്യും? അത്ഭുതപ്പെടുത്തും. പക്ഷെ കുറച്ച് നിമിഷത്തേക്ക് അത് കഴിഞ്ഞത് നശിച്ചു പോകും. അപ്പൊ ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്താണ്? നശിച്ചു പോകും. അല്ലെ, ഈ കവിതയിൽ തന്നെ നമുക്ക് പറയാം എന്താണ്? ഇറ്റ് ഡെപിക്ട്സ് ദ എഫീമറൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നാണ്. അതായത് മനുഷ്യ ജീവിതത്തിന്റെ എഫീമറൽ സ്റ്റേറ്റ് എന്താണ്? നാശകരമായ സ്വഭാവത്തെയാണ് ഈ കവിത ചിത്രീകരിക്കുന്നത്. അല്ലെ, അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഒരു മഴവില്ല് പോലെയാണ് അതും നശിച്ചു പോകും. Still one solitary tear would hang on the cheeks of time in the form of this white and gleaming Taj Mahal. Yet, എന്നിരുന്നാലും എന്താണ്? Still one solitary tear, ഒരേ ഒരു solitary tear. എന്താണ്? one എന്ന് വെച്ചാൽ ഒന്ന്, solitary എന്ന് വെച്ചാൽ അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ one solitary എന്ന് വെച്ചാൽ ഒരേ ഒരു tear എന്ന് വെച്ചാൽ എന്താ? കണ്ണുനീർ തുള്ളി. അല്ലെ, എന്നിരുന്നാലും ഇതെല്ലാം നശിച്ചു പോകുമെന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും എന്താണ്? വൺ സോളിറ്ററി ടിയർ, അല്ലെ, ഒരേ ഒരു കണ്ണുനീർ തുള്ളി എന്താണ്? would hang on the cheek of time. hang തങ്ങി നിൽക്കും. on the cheek of time, കാലത്തിന്റെ കവിളിൽ. അല്ലെ, ചീക്ക് എന്ന് വെച്ചാൽ കവിളാണ്. എന്തിന്റെ കവിളാണ്? കാലത്തിന്റെ കവിളുകളിൽ. അല്ലെ, കാലത്തിന്റെ കവിളുകളിൽ എന്ത്? ഒരു കണ്ണുനീർ തുള്ളിയായി തങ്ങി നിൽക്കും. എന്താണ്? ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. അല്ലെ, ഈ വൈറ്റ് തിളങ്ങുന്ന, വെളുത്ത ഗ്ലീമിംഗ്, അല്ലെ, തിളങ്ങുന്ന താജ്മഹലിന്റെ രൂപത്തിൽ ഒരു എന്താണ്? നിങ്ങളുടെ ഈ സങ്കടം കാലത്തിന്റെ കവിളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഒരു കണ്ണുനീർ തുള്ളി പോലെ അവശേഷിക്കും. അല്ലെ, അപ്പൊ എല്ലാം നശിച്ചു പോകുമെങ്കിലും താജ്മഹൽ എന്ത് ചെയ്യും? കാലത്തിന്റെ കവിളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളി പോലെ അവശേഷിക്കും എന്നാണ് പറയുന്നത്. അതിലൂടെയും അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നും നിലനിൽക്കുമെന്നല്ല അദ്ദേഹം പറയുന്നത്. അല്ലെ, ഒലിച്ച് കവിളിൽ ഇറങ്ങിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും താഴെ വീണ് പോകാം. ആ ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. പക്ഷെ ഇതുവരെയും അത് എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. അത് കാലത്തിന്റെ കവിളിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാം നശിക്കുന്ന ഈ ലോകത്ത്, എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അല്ലെ, എന്താണ്? കാലത്തിന്റെ കവിളിൽ ഒലിച്ചിറങ്ങിയ ഒരു കണ്ണുനീർ തുള്ളി പോലെ എന്ന് ഈ താജ്മഹലിന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, അപ്പൊ താജ്മഹലിന്റെ ആ മനോഹാരിതയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ കവിതയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ എഫീമറൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിന്റെ എഫീമറൽ സ്റ്റേറ്റ്, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന അവസ്ഥയിൽ. ഇനി നമ്മളൊരു കവിത പഠിക്കുമ്പോൾ, അപ്പൊ കവിത ഇത്രയേ ഉള്ളൂ. ഒരു കവിത പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പൊയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്, പിന്നെ ഇമേജസ് ഉണ്ട്, വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്, ഓൾഫാക്ടറി ഉണ്ട്. അല്ലെ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ സിമിലി എന്ന് വെച്ചാൽ? നമുക്ക് ആദ്യം സിമിലിയിൽ തുടങ്ങാം. കവിതയിലുള്ളതാണ്. സിമിലി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഒന്നിനെ മറ്റൊന്ന് കൊണ്ട് കമ്പയർ ചെയ്യണം. ഒന്ന് മറ്റൊന്ന് പോലെയാണെന്ന് പറയുന്നതാണ് സിമിലി. ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ്? The harsh thunder of imperial power would fade away like the sunset's crimson splendor. അല്ലെ, ഈ ഇമ്പീരിയൽ പവറിന്റെ അധികാരമെല്ലാം തന്നെ എന്ത് ചെയ്യും? ലൈക്ക് സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. അല്ലെ, സൺസെറ്റിന്റെ ആ ക്രിംസൺ സ്പ്ലെൻഡർ പോലെ മങ്ങിപ്പോവും. ഒന്ന് മറ്റൊന്ന് പോലെ എന്ന് കാണിച്ചു. അല്ലെ, ഇവിടെ ഇമ്പീരിയൽ പവറിനെ സൺസെറ്റിന്റെ ക്രിംസൺ സ്പ്ലെൻഡർ ആയിട്ട് കാണിക്കുന്നു. പിന്നെയും ഉണ്ട് റൂബിയും പേളും പവിഴവും എല്ലാം തന്നെ എന്താണ്? റൂബിയും പേളും എമറാൾഡും എല്ലാം തന്നെ എന്താണ്? ആ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എന്നുള്ളത്. അല്ലെ, ഒരു റെയിൻബോ പോലെയാണ്, മഴവില്ല് പോലെയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും സിമിലിയാണ്. അല്ലെ, അതിന് നമ്മൾ സിമിലി എന്ന് പറയും. ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചേർക്കും? പോലെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്ന് പറയുന്നതോ അസ് എന്ന് പറയുന്നതോ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ കാണിക്കും.
അതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. മെറ്റഫർ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. മെറ്റഫറെ നമ്മൾ അങ്ങനെ പറയില്ല, ഡയറക്റ്റ് പറയില്ല. ദിസ് പെൻ ഈസ് എ ചോക്ക് എന്നാണ് പറയുന്നത്. ഈ പേന ഒരു ചോക്കാണ് എന്നാണ് പറയുന്നത്. ഇത് മെറ്റഫർ. ദിസ് പെൻ ഈസ് ലൈക്ക് എ ചോക്ക്. ഈ പേന ഒരു ചോക്ക് പോലെയാണെന്ന് പറയുന്നത് അത് സിമിലി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമിലി ആൻഡ് മെറ്റഫർ. പിന്നെയുള്ളത് അലിറ്ററേഷൻ ആണ്. എന്താ അലിറ്ററേഷൻ എന്ന് പറയാമോ? നിങ്ങൾക്ക് ഇതിന്റെ തൊട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് അലിറ്ററേഷൻ. അലിറ്ററേഷൻ എന്ന് വെച്ചാൽ കൺസണന്റ് സൗണ്ട്സ്. കൺസണന്റ് സൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ശബ്ദങ്ങളാണുള്ളത്. ഒന്ന് വവൽ സൗണ്ടും മറ്റൊന്ന് കൺസണന്റ് സൗണ്ടും. മലയാളത്തിൽ അതിന്റെ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ വവൽ സൗണ്ട് എന്നും കൺസണന്റ് സൗണ്ട് എന്നും പറയുന്നു. വവൽ സൗണ്ട് നമുക്കറിയാം. ഏതൊക്കെയാണ് വവൽ സൗണ്ട്? എ, ഇ, ഐ, ഒ, യു. ഇതാണ് എന്താണെന്ന് വെച്ചാൽ വവൽ സൗണ്ട്. ഇതില്ലാത്ത ബാക്കി ശബ്ദങ്ങളെല്ലാം തന്നെ കൺസണന്റ് സൗണ്ട് ആയിരിക്കും. അപ്പൊ ഒരു വരിയില് ഒന്നിൽ കൂടുതൽ തവണ ഏതെങ്കിലും ഒരു കൺസണന്റ് സൗണ്ട്, അതായത് എ, ഇ, ഐ, ഒ, യു ഒഴികെയുള്ള ശബ്ദം ആവർത്തിച്ച് വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അലിറ്ററേഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? അലിറ്ററേഷൻ എന്ന് പറയും. പോയത്തിൽ അലിറ്ററേഷൻ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. Okay, your only dream was to preserve your heart space. അല്ലെ, പ്രിസർവ്, അതിൽ പി എന്ന് പറയുന്ന ഒരു കൺസണന്റ് സൗണ്ട് കിടക്കുന്നു. അടുത്ത വീണ്ടും നോക്കിയേ, പെയിൻ. അതേ വരിയിൽ തന്നെ പെയിൻ എന്ന് പറയുന്ന മറ്റൊരു വേർഡ് കിടക്കുന്നു. അതെന്താണ്? പി. അപ്പോ പിയും പിയും ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. എ, ഇ, ഐ, ഒ, യു ഒഴികെയുള്ള ശബ്ദമാണ് പറയുന്നത് പിയും പിയും, പ്രിസർവ്, പെയിൻ. അപ്പൊ എന്താണ്? ഒന്നിൽ കൂടുതൽ തവണ ഒരു കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയത്തിലെ സിമിലി പിക്ക് ചെയ്തെഴുതണം. സിമിലി ഏതൊക്കെയായിരുന്നു? രണ്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, the harsh thunder of imperial power would fade away into sleep like a sunset's crimson splendor. അല്ലെ, അവിടെ ലൈറ്റ് ചേർന്നിരിക്കുന്നു, പോലെ എന്നുള്ള അർത്ഥം കിട്ടിയിരിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഏതായിരുന്നു? ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് all are എന്താണ്? എന്താ പറയുന്നത്? but as the glitter of a rainbow. അല്ലെ, glitter of a rainbow, ഒരു റെയിൻബോയുടെ തിളക്കം പോലെയാണ് എന്ന് പറയും. അപ്പൊ അത് രണ്ടെണ്ണമാണ് സിമിലീസ്. പിന്നെ അലിറ്ററേഷൻ മനസ്സിലായല്ലോ. എ, ഇ, ഐ, ഒ, യു ഒഴികെയുള്ള ശബ്ദങ്ങൾ ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ തവണ വന്നു കഴിഞ്ഞാൽ നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയും. അപ്പൊ അലിറ്ററേഷൻ പിക്ക് ചെയ്ത് എഴുതണം. ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, പ്രിസർവ്, പെയിൻ, പിയും പിയും. ഒന്നിൽ കൂടുതൽ തവണ ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം വന്നിരിക്കേണ്ടത്. പിന്നെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. What in the poet's view are the things that would float away down the stream of time? കാലത്തിന്റെ അരുവിയിൽ ഒലിച്ചു പോകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. നമുക്കറിയാമല്ലോ, ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ തുടങ്ങിയവയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെ, what do you think was ഷാജഹാൻസ് ഹാർട്ട് സ്പെയിൻ? ഷാജഹാന്റെ ഹാർട്ട് സ്പെയിൻ, ഹൃദയത്തിന്റെ വേദന എന്തായിരുന്നു? The death of മുംതാസ് മഹൽ. അല്ലെ, പിന്നെയോ why is imperial power compared to the splendor of sunset? എന്തുകൊണ്ടാണ് imperial power splendor of sunset-ഉമായിട്ട് കമ്പയർ ചെയ്തത്? എന്തുകൊണ്ടാണ്? രണ്ടും പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ നാം നോക്കൂ, എമറാൾഡ്സ്, റൂബീസ്, പേൾസ് എല്ലാം ട്രാൻസിയന്റ് ആണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെന്ന് കാണിക്കുന്ന വരി ഏതാണ്? ആ വരി എടുത്തിടണം. all float away down the stream of time. എല്ലാം കാലമാകുന്ന അരുവിയിൽ ഒലിച്ചു പോകും. what image do you get from this line? ഇതിൽ കിടക്കുന്ന ഇമേജ് എന്താണ്? അല്ലെ, all float away down the stream of time. എന്ത് ഇമേജ് ആണ്? കാലമാകുന്ന അരുവിയിൽ ഒലിച്ചു പോകുന്നു. അല്ലെ, ഒരു അരുവിയിൽ കൂടി ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ എന്തായിരിക്കും? വിഷ്വൽ ഇമേജ് ആണ്. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ റെയിൻബോ എന്ന് പറയുമ്പോൾ അത് വിഷ്വൽ ഇമേജ് ആണ്. തണ്ടർ, ഇടിമുഴക്കം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നതാണ്. അപ്പൊ അത് ഓഡിറ്ററി ഇമേജ്. അങ്ങനെയാണ് ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജും വരുന്നത്. നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തണ്ടർ എന്ന് പറയുന്നു, കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയും. ഇനി കാണാൻ കഴിയും ഒരു റെയിൻബോ, അത് കാണാൻ കഴിയുന്നു, അതിനെ വിഷ്വൽ ഇമേജ് എന്ന് പറയും. ഓക്കെ, പിന്നെ സിമിലി എടുത്ത് എഴുതണം. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അലിറ്ററേഷൻ എടുത്ത് എഴുതണം. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ.